ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചപ്പാത്തി ഉണർത്തിയ പാഠം. നല്ല രസകരമായിട്ടുള്ള പേരാണ് പാഠത്തിന്റെ, അല്ലേ? ആരെ പറ്റിയാണ് പറയുന്നത്? നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ബാല്യകാലത്തെ ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ ഒരു ജീവിത ഭാഗമാണ് ഈ പറയുന്നത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? നമ്മളുടെ തമിഴ്നാട്ടിൽ രാമേശ്വരത്തിനടുത്തുള്ള ഒരു പ്രദേശത്താണ്. ഞാൻ പറഞ്ഞ രാമേശ്വരത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു. പ്രധാനമായിട്ടും അതിനെന്താണ്, രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ആ ഒരു സമയത്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. എന്താണ് ഒരു ലിമിറ്റഡ് ഫുഡ്, വളരെ കുറച്ച് ആഹാര സാധനങ്ങൾ മാത്രമേ അന്ന് സർക്കാർ അവർക്ക് അനുവദിച്ചിരുന്നുള്ളൂ ഓരോ കുടുംബങ്ങളിലേക്ക്. ഒരു കുടുംബത്തിലേക്കല്ല, എന്നാൽ രാമേശ്വരത്ത് ഉണ്ടായിരുന്ന കുടുംബം, രാമേശ്വരത്ത് നമ്മുടെ ലോകമഹായുദ്ധം, നമ്മൾ ആ ഒരു ഏകദേശം നമ്മുടെ രാജ്യത്ത് മൊത്തം നേരിട്ട ഒരു പ്രശ്നമായിരുന്നു അത്, ആഹാര സാധനങ്ങളുടെ ലഭ്യത കുറവ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്താണ്, ആ വീട്ടുകാരെന്ത് ചെയ്യും? കുറച്ചുള്ള ആഹാരങ്ങൾ, വീട്ടു സാധനങ്ങൾ വീട്ടിൽ കാണും. പിന്നെന്താണ്, അയൽവക്കക്കാരുടെ കാരുണ്യത്തിന്റെ പുറത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ്, ഈ വീട്ടിലുള്ള മുതിർന്നവർ തന്നെ നമ്മുടെ ഒരു നാടൻ ഭാഷാശൈലി അതിൽ വന്നായിരുന്നല്ലോ, മുണ്ട് വരിഞ്ഞു മുറുക്കുന്ന, വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മുണ്ട് വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്ന സാധാരണ ആളുകളും അന്ന് ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ്, നമ്മുടെ കലാമിന്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ എന്താണ്, അമ്മയുണ്ടായിരുന്നു, അമ്മുമ്മ ഉണ്ടായിരുന്നു, മുത്തശ്ശി ഉണ്ടായിരുന്നു, അല്ലെ? അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ്, ആ അമ്മയുള്ള ഉമ്മ എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. ഉമ്മയും ഉമ്മുമ്മയും എന്താണ്, ആ കുഞ്ഞുങ്ങൾക്ക് ഏതു വിധത്തിലും ആഹാരം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോഴെന്താണ്, ഒരു ദിവസം എന്താണ് അവർക്ക് എന്താണ്, ആ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉമ്മയും ഉമ്മുമ്മയും കൂടി നൽകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞായിരുന്ന കലാം എന്ത് ചെയ്തു? നേരെ അടുക്കളയിൽ ചെല്ലുകയും അദ്ദേഹത്തിന് സ്ഥിരമായിട്ടിരുന്ന് ആഹാരം കഴിക്കാൻ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു അവിടെ. ആ ഇരിപ്പിടത്തിലിരുന്ന് അദ്ദേഹം ആഹാരം കഴിക്കാൻ വേണ്ടി ചെന്ന് ഇലയും എടുത്ത് ചെന്നിരുന്നപ്പോ അന്നത്തെ ആഹാരം എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? ഇന്ന് ചപ്പാത്തിയായിരുന്നു ആഹാരം, അല്ലെ? ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചെല്ലുന്നത് കണ്ട് എന്താണ്, അദ്ദേഹത്തിന്റെ അമ്മ ചൂടോടുകൂടി ചപ്പാത്തി അന്നേരം തന്നെ പരത്തി ചുട്ട് തന്റെ കുഞ്ഞിന് കൊടുക്കുകയായിരുന്നു. അപ്പോഴെന്താണ്, ആ ചൂടോടുകൂടി ഉമ്മ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ സ്വാദ് കൊണ്ട് നമ്മുടെ കലാം എന്ത് ചെയ്തു? വയറ് നിറച്ച് ചപ്പാത്തി കഴിച്ചു, അല്ലേ? വയറ് നിറച്ച് ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? വയറ് നിറഞ്ഞു വയറ്റിൽ കൊള്ളാത്ത ഒരവസ്ഥ വന്നപ്പോൾ, പിന്നീട് ഒട്ടും കഴിക്കാൻ വയ്യ, വയറ് നിറഞ്ഞ് വയറ്റിൽ കൊള്ളാത്ത ഒരവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു? അപ്പോഴത് കഴിച്ച് മതിയാക്കിയത്. ഇനി വേണ്ടാന്നുള്ള മട്ടിൽ അന്നേരമാണ് കഴിച്ച് എഴുന്നേറ്റത്. അപ്പൊ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? അന്ന് കലാമിന്റെ ജ്യേഷ്ഠൻ, മൂത്ത ജ്യേഷ്ഠൻ കലാമിനെ വിളിച്ച് ഏകാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തി ഒരുപാട് വഴക്ക് പറഞ്ഞു അദ്ദേഹത്തിനെ. അതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ചത്? അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ചത്. എല്ലാവരും പുസ്തകം എടുത്ത് ശ്രദ്ധിച്ചിരുന്നേ. നിനക്കെങ്ങനെ ഇത്ര അന്ധനായി സാധിച്ചു അബ്ദുൾ? ചേട്ടൻ അനുജനോട് ചോദിക്കുന്നതാണ്. ജ്യേഷ്ഠൻ ദേഷ്യത്തോടെ ചോദിച്ചു. കൊച്ചു കലാമിന് കാര്യം പിടികിട്ടിയില്ല. കുഞ്ഞിന് മനസ്സിലായില്ല ചേട്ടൻ എന്താണ് പറഞ്ഞു എന്ന് കുഞ്ഞിന് മനസ്സിലായില്ല. എന്തിനാണ് ജ്യേഷ്ഠൻ തന്നെ മാത്രം വഴക്ക് പറയുന്നത് എന്നായിരുന്നു കലാമിന്റെ ചിന്ത. ഏട്ടൻ എന്തിനാണ് എന്നെ മാത്രം വഴക്ക് പറയുന്നത്? ഏട്ടൻ എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കാനുള്ള പ്രായമായതേ ഉള്ളൂ, അത്രയ്ക്കും ചെറിയ കുഞ്ഞാണ് എന്നതായിരുന്നു കലാമിന്റെ ചിന്ത. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കലാം നോക്കി നിന്നു. ജ്യേഷ്ഠൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴെന്താണ്, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക്, ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് ഇങ്ങനെ ആ കുഞ്ഞ് നോക്കി നിൽക്കുകയാണ്. അപ്പോഴെന്താണ്, ജ്യേഷ്ഠൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. നോക്കിക്കേ, നിനക്ക് എങ്ങനെ ഇത്ര അന്ധനായിരിക്കാൻ സാധിച്ചു അബ്ദുൾ? ജ്യേഷ്ഠൻ ദേഷ്യത്തോടെ ചോദിച്ചു. കൊച്ചു കലാമിന് കാര്യം പിടികിട്ടിയില്ല. എന്തിനാണ് ജ്യേഷ്ഠൻ തന്നെ മാത്രം വഴക്ക് പറയുന്നത് എന്നതായിരുന്നു കലാമിന്റെ ചിന്ത. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് കലാം നോക്കി നിന്നു. ജ്യേഷ്ഠൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. എന്താണ് അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചേ? നമ്മൾ ഓരോരുത്തർക്കും 2 or 3 ചപ്പാത്തി വീതമേ കഴിക്കാനുള്ളൂ എന്ന് നീ ശ്രദ്ധിച്ചില്ലേ? എന്താണ് ഏട്ടൻ പറഞ്ഞത്?
നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ വീട്ടിൽ ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ഉമ്മുമ്മയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ 2 3 ചപ്പാത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം നീ എന്തേ ശ്രദ്ധിച്ചില്ലേ? നീ അതെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? നീ കഴിച്ചുകൊണ്ടേയിരുന്നു. ഉമ്മ വിളമ്പിക്കൊണ്ട്. എന്താണ്? നീ കഴിച്ചുകൊണ്ടേയിരുന്നു. നീ കുഞ്ഞാണ്, നിനക്കറിയില്ല. നീ കഴിച്ചുകൊണ്ടേയിരുന്നു. നീ കഴിക്കുന്നോറും ഉമ്മ നിനക്ക് തന്നുകൊണ്ടേയിരുന്നു. തരില്ല എന്ന് പറയാൻ ഉമ്മ കഴിയില്ല. ഇപ്പൊ എന്താണ്? കുഞ്ഞാണ്, അമ്മയുടെ ഏറ്റവും ഇളയ പുത്രനാണ്. മോൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താണ്? ഒരിക്കലും അമ്മയ്ക്ക് നിനക്ക് തരില്ല എന്ന് പറയാൻ വേണ്ടി അമ്മയ്ക്ക് കഴിയില്ല. തരില്ല എന്ന് പറയാൻ ഉമ്മയ്ക്ക് കഴിയില്ല. അത് കരുതി നീ എന്താണ് ചെയ്തത്? എന്താണ്? തരില്ല എന്ന് പറയാൻ ഉമ്മയ്ക്ക് കഴിയില്ല. എനിക്ക് മതി എന്ന് പറയാൻ നീ ഒട്ട് ശ്രദ്ധിക്കുന്നില്ല. നീ ആ രുചി അറിഞ്ഞ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ കഴിക്കുന്നതനുസരിച്ച്, തീരുന്നതിനനുസരിച്ച് ഉമ്മ നിനക്ക് തരുന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തരില്ലെന്ന് പറയാൻ ഉമ്മയ്ക്ക് കഴിയില്ല. അത് കരുതി നീ എന്താണ് ചെയ്തത്? ഇന്ന് രാത്രി ഉമ്മ പട്ടിണിയാണ്. ഇന്ന് രാത്രി പട്ടിണിയാണ്. വിശന്നുറങ്ങേണ്ടി വരും. കഴിക്കാനായി ഇനി ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. എന്താണ് പറഞ്ഞത്? എന്താണ് ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉമ്മ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? വയറ് നിറച്ച് കഴിക്കും. ഒരു പക്ഷെ എങ്ങനെയാണ്? നമുക്കിന്ന് ഈ അബ്ദുൽ കലാം അദ്ദേഹം മരിച്ചിട്ട് ഇപ്പൊ 5 വർഷം ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുട്ടികൾ ഏകദേശം ഒരു 10-90 വർഷം മുമ്പുള്ള കഥയാണ്. അന്ന് എന്ന് വെച്ചാൽ ഒരുപാട് ദാരിദ്ര്യമുള്ള സമയമായിരുന്നു. ഒരുപാട് നമ്മളുടെ ഇന്നത്തെ പോലെ തന്നെ വീട്ടിൽ ഒരുപാട് ആഹാര സാധനങ്ങളൊന്നും വാങ്ങി വെക്കാൻ അന്ന് പറയുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു സമയത്താണ്. വാങ്ങി വെക്കാനുള്ള മാർഗമില്ലായിരുന്നു. പിന്നെ തന്നെ ഒരുപോലെ ജോലിയും വരുമാന മാർഗങ്ങളും ഇല്ലായിരുന്നു. പൊതുവെ സാമ്പത്തികം കുറഞ്ഞൊരു സിറ്റുവേഷൻ ആയിട്ട് വന്നു. അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? പൊതുവെ ദാരിദ്ര്യമുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു കോവിഡ് പ്രമാണിച്ചാണെങ്കിൽ പോലും എല്ലാവർക്കും ജോലി ഇല്ലെങ്കിൽ പോലും നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളെല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോഴത്തേന് നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ആർക്കും ബുദ്ധിമുട്ട് ഇല്ലാത്തൊരു സന്ദർഭമാണ് ഇപ്പോൾ. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥ അതല്ല അല്ലായിരുന്നു. എന്നിട്ടും ഇപ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചേട്ടനും ചേച്ചിയും അനിയ സഹോദരങ്ങളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്താണ്? നമുക്ക് ചപ്പാത്തി ആണെങ്കിൽ, ദോശ ആണെങ്കിൽ അതൊക്കെ നമ്മൾ വീട്ടിൽ ധാരാളമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കവർ സ്നാക്സ് പൊട്ടിച്ച് തരികയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും തരുമല്ലോ നിങ്ങൾക്ക്. അപ്പോഴെന്താണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ ചേട്ടനോ അനിയത്തിക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗമുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, കേട്ടോ? ഇപ്പൊ എന്താണ്? നമുക്കിപ്പോ ഏതൊരു സ്നാക്സ് കഴിച്ചാലും, എന്ത് നമ്മൾ ഐസ്ക്രീം ആണെങ്കിലോ എന്ത് കഴിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങോട്ട് കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ വായിൽ എത്തുമ്പോഴാണ് അതിന്റെ ആ ഒരു രുചി. അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മുടെ വയറ് നിറയത്തേ ഉള്ളൂ നമുക്കത്. പിന്നെ അതിന്റെ ഒരു രുചി വായി നിൽക്കുകയൊന്നുമില്ല. അപ്പോഴത്തേനും എന്താണ്? നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് ഒരു വീതം ഷെയർ ചെയ്യുക, കേട്ടോ? ഇപ്പൊ നമ്മൾ പുറത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു ഭാഗം എന്താണ്? തീർച്ചയായിട്ടും അടുത്തിരിക്കുന്ന ഒരാളിനും കൂടി കൊടുക്കുക. നമ്മളുടെ ഒരു ഭാഗം വീതിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ വേണ്ടിയില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്നേഹബന്ധം അവർ തമ്മിലാകത്തേ ഉള്ളൂ, കേട്ടോ? തീർച്ചയായിട്ടും മറ്റൊരാൾക്കും കൂടി നമ്മൾ ഉള്ളതിൽ ഒരു പങ്ക് ഷെയർ ചെയ്യുക. ഇപ്പൊ തന്നെ മിഠായി ആണെങ്കിൽ പോലും നമ്മളുടെ കഴിക്കുന്നതിൽ നിന്നും ഇപ്പൊ പിന്നെ വായിലിട്ട് മുറിച്ചൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മളുടെ കൊറോണയൊക്കെ പകരുന്നത് അങ്ങനെയല്ലേ? എന്നിരുന്നാൽ പോലും ഏതാണ്? നമ്മൾ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങൾ മാറ്റി വെക്കണം. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കാണെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങൾക്കാണെങ്കിലും എന്താണെങ്കിൽ തന്നെയും നിങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു പങ്ക് മറ്റുള്ളവർ കൂടി കൊടുക്കണം. എല്ലാവരും ശ്രദ്ധിക്കണം അത്, കേട്ടോ? അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നമ്മളുടെ കലാമിന്റെ അമ്മ എന്ത് ചെയ്തു? കലാമിന്റെ അമ്മ ചപ്പാത്തി കുഞ്ഞിന് വേണ്ടിയിട്ട് ചൂടോടുകൂടി ചപ്പാത്തി ഉണ്ടാക്കി കുഞ്ഞ് അടുത്തിരുന്ന് കഴിക്കുകയാണ്. കുഞ്ഞിന് 1 കഴിച്ചു, 2 കഴിച്ചു, അങ്ങനെ വയറ് നിറയുന്നത് വരെ കഴിച്ചു. അപ്പോഴും കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല മോനെ തീർന്നു എന്ന് കുഞ്ഞിനോട് പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? പറ്റത്തില്ല. അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എന്താണ്? അമ്മ കൊടുത്തുകൊണ്ടേയിരുന്നു, കണ്ടോ? നമ്മൾ ഓരോരുത്തർക്കും 2 3 ചപ്പാത്തി വീതമേ കഴിക്കാനുള്ളൂ എന്ന് നീ ശ്രദ്ധിച്ചില്ലേ? ആരാണ് പറയുന്നത്? ചേട്ടൻ അനുജന്റെ കൂടെ പറയുകയാണ്. നീ കഴിച്ചുകൊണ്ടിരുന്നു, ഉമ്മ വിളമ്പിക്കൊണ്ട്. തരില്ലെന്ന് പറയാൻ ഉമ്മയ്ക്ക് കഴിയില്ല. അത് കരുതി നീ എന്താണ് ചെയ്തത്? അതെന്താണ്? തരത്തില്ല എന്ന് പറയാൻ ഉമ്മയ്ക്ക് ഒരിക്കലും കഴിയില്ല. നമ്മൾ സ്നേഹമുള്ള അമ്മമാരൊക്കെ എന്താണ്? കുഞ്ഞുങ്ങള്
കഴിക്കട്ടെ കഴിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ അയ്യോ തീർന്നു പോയി വയറാക്കാൻ കൊടുക്കാനില്ല എന്നൊന്നുമല്ല ചിന്തിക്കുന്നത്. കഴിക്കാൻ വേണ്ടി എത്ര വയറ് നിറച്ച് കഴിക്കട്ടെ എന്നേ അമ്മമാര് ചിന്തിക്കുള്ളൂ. അതുപോലെയാണ് നമ്മളുടെ കലാമിന്റെ ഉമ്മയും അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. എന്താണ്, കരില്ലെന്ന് ഒരിക്കലും ഉമ്മ ഒക്കെ പറയാൻ കഴിയില്ല. അത് കരുതി നീ എന്താണ് ചെയ്തത്? അത് കഴിഞ്ഞ് കുഞ്ഞിനെ അറിയത്തില്ല ഉമ്മയ്ക്ക് കഴിക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആ കുഞ്ഞിനെ അറിയത്തില്ലായിരുന്നു. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു അദ്ദേഹം. അപ്പോഴെന്താണ്, ഇന്ന് രാത്രി ഉമ്മ പട്ടിണിയാണ്. ഏട്ടൻ പറയുകയാണ്, വിളിച്ച് മാറ്റി നിർത്തി പറയുകയാണ്, ഇന്ന് രാത്രി ഉമ്മ പട്ടിണിയാണ്, വിശന്ന് ഉറങ്ങേണ്ടി വരും. വിശന്ന് പട്ടിണി കിടന്നാൽ വിശപ്പല്ലേ, വിശപ്പിന് വേണ്ടിയിട്ട് വിശപ്പ് മാറാനല്ലേ നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ആഹാരം കഴിക്കാനില്ലെങ്കിൽ എന്താണ്, വിശന്ന് ഉറങ്ങേണ്ടി വരും. കഴിക്കാനായി ഇനി ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഇനി ഈ വീട്ടിൽ കഴിക്കാനായിട്ട് ഇനി ഒരു കാര്യങ്ങളും അവശേഷിക്കുന്നില്ല. ഒന്നും ശ്രദ്ധിച്ച പാരഗ്രാഫ് വായിക്കാൻ. നമ്മൾ ഇന്ന് പഠിപ്പിച്ചത് നോക്കി അതല്ല നമുക്ക് നോക്കി നമ്മളിപ്പോ പഠിച്ച പാരഗ്രാഫ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 2 or 3 ചപ്പാത്തി വീതമേ കഴിക്കാനുള്ളൂ എന്ന് നീ ശ്രദ്ധിച്ചില്ലേ? നീ കഴിച്ചുകൊണ്ടേയിരുന്നു. ഉമ്മ വിളമ്പി തരില്ലെന്ന് പറയാൻ ഉമ്മയ്ക്ക് കഴിയില്ല. അത് കരുതി നീ എന്താണ് ചെയ്തത്? ഇന്ന് രാത്രി ഉമ്മ പട്ടിണിയാണ്, വിശന്ന് ഉറങ്ങേണ്ടി വരും. കഴിക്കാനായി ഇനി ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ കലാമിനുണ്ടായ വിഷമം വർണ്ണനാതീതമാണ്. വർണ്ണനാതീതം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വണ്ണം. വർണ്ണനാതീതം എന്ന് വെച്ചാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വണ്ണമുള്ളതാണ് വർണ്ണനാതീതം. വർണ്ണനാതീതം എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയാത്തത്. വർണ്ണിക്കാൻ കഴിയാത്തതാണ്. വർണ്ണിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ എന്താണോ? നമുക്ക് വർണ്ണിക്കുക, നമുക്ക് പറയാൻ വേണ്ടി വാക്കുകൾ കിട്ടാത്തതെന്നൊക്കെ പറയുന്നത്. നമുക്ക് പറയാൻ വേണ്ടി അതൊന്നും എന്താണ് ആ മനസ്സിലുണ്ടായ കാര്യം നമുക്ക് പുറമെ പറയാൻ വേണ്ടി പറ്റാത്ത കാര്യം. വർണ്ണന അതീതം, പറയുന്നതിനേക്കാൾ അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പറയാൻ വേണ്ടി വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ, വർണ്ണനാതീതം. ഈ വാക്കുകൾ കേട്ടപ്പോൾ കലാമിന് ഉണ്ടായ വിഷമം, സങ്കടമാണ്, സന്തോഷമല്ല വർണ്ണനാതീതമായത്. ആ കലാമിനുണ്ടായ വിഷമം വർണ്ണനാതീതമാണ്. ഉമ്മയെ കുറിച്ച് ആലോചിച്ച് കൊച്ചു കലാം സങ്കടപ്പെട്ടു. എന്താണ് ആ മനസ്സിൽ ഉണ്ടായ ആ ഒരു വിഷമം? കലാമിന്റെ മനസ്സിൽ അത് കേട്ടപ്പോൾ, ഏട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമം എന്താണ്? വർണ്ണനാതീതമാണ്. ആ വാക്ക് കേട്ടപ്പോൾ എന്താണ് കലാമിന് ഉണ്ടായിട്ടുള്ള വിഷമം? എന്താണ്? വർണ്ണനാതീതം. ആ മനസ്സിലുണ്ടായ വിഷമം ആ കൊച്ചുകുഞ്ഞാണ്. കൊച്ചുകുഞ്ഞിന് തന്റെ ഉമ്മ പട്ടിണിയായി പോയി. താൻ കാരണം അല്ലേ? എന്താണ് കാരണം? താൻ കൂടുതലായിട്ട് ആഹാരം കഴിച്ചു, അതുകൊണ്ട് തന്റെ ഉമ്മ പട്ടിണിയായി പോയി എന്ന കാരണത്താൽ എന്തായ ആ കാരണം കൊണ്ടുണ്ടായ വിഷമം എന്താണ്? വർണ്ണനാതീതമാണ്. ഉമ്മയെ കുറിച്ച് ആലോചിച്ച് കൊച്ചു കലാം സങ്കടപ്പെട്ടു. അന്നേരം എന്താണ്? ഉമ്മയെ പറ്റി ആലോചിച്ച് ആ കുഞ്ഞു കലാം, ആ കൊച്ചു കലാം എന്ത് ചെയ്തു? സങ്കടപ്പെട്ടു. ജാള്യം കൊണ്ട് തല താഴ്ത്തി. ജാള്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ലജ്ജ, നാണക്കേടെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ജാള്യം. ജാള്യം എന്താണ്? ആ നമ്മുടെ ലജ്ജ എന്ന് പറയത്തില്ലേ, ലജ്ജ എന്ന് വെച്ചാൽ എന്താണോ? ലജ്ജ എന്ന് വെച്ചാൽ നാണക്കേടാണ്. ലജ്ജ നാണക്കേടാണ്. എന്താണ്? ഉമ്മയെ കുറിച്ച് ആലോചിച്ച് കൊച്ചു കലാം സങ്കടപ്പെട്ടു. ജാള്യം കൊണ്ട് തല താഴ്ത്തി. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ മടി, നാണക്കേട്. എന്താണ്? ഇപ്പൊ വിഷമമായി പോയി. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച്, ഉമ്മയ്ക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ, നിങ്ങൾ കാരണം നിങ്ങളുടെ ഉമ്മയാണ് പട്ടിണിയായി പോകുന്നതെങ്കിൽ നിങ്ങൾക്കും ആ ഒരു സങ്കടവും വിഷമമൊക്കെ വരത്തില്ലേ? അതേ അവസ്ഥയിലായിരുന്നു കലാമിന് വന്നത്, ഇല്ലേ? അപ്പോഴെന്താണ്? ജാള്യം കൊണ്ട് തല താഴ്ത്തി. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ മടി, നാണക്കേട്. രാത്രി ആരും കാണാതെ കലാം ഒത്തിരി കരഞ്ഞു. അല്ലെ, രാത്രിയില് മറ്റാരും കാണാതെ കലാമും ഒത്തിരി കരഞ്ഞു. 2 ദിവസം കഴിഞ്ഞേ ഉമ്മയുടെ മുഖത്ത് നോക്കാൻ കലാമിന് കഴിഞ്ഞുള്ളൂ. ഇതാണ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉമ്മയുടെ മുഖത്തൊന്നും നോക്കാൻ പോലും കലാമിന് കഴിഞ്ഞുള്ളൂ. അത്രയ്ക്ക് സങ്കടമായി പോയില്ലേ? എന്താണ് താൻ ആ ഒരു കൊച്ചു കുഞ്ഞായിരുന്നിട്ട് പോലും എന്താണ് ഉമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരം പോലും താനങ്ങ് കഴിച്ചു തീർത്തു. ഒരു അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിയാത്തത് കൊണ്ടാണ്
സംഭവിച്ചു പോയത്. പക്ഷെ എന്ത് ചെയ്തു, അങ്ങ് ആഹാരം കഴിച്ചു പോയി. എന്ത് ചെയ്യാൻ, തിരിച്ചെടുത്ത് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു സങ്കടം കാരണം എന്താണ്, സങ്കടം നാണക്കേടും ഒക്കെ അങ്ങ് ആയിപ്പോയി, അങ്ങ് വിഷമിച്ചു പോയി. എന്താണ്, വേറെ ആരും കാണാതിരുന്ന് ഒത്തിരി കരഞ്ഞു, ഒരുപാട് ആരും കാണാതിരുന്ന് ഒത്തിരി കരയുകയും ചെയ്തു. പിന്നെന്താണ്, 2 ദിവസം കഴിഞ്ഞേ ഉമ്മയുടെ മുഖത്ത് നോക്കാൻ കലാമിന് കഴിഞ്ഞുള്ളൂ. 2 ദിവസത്തിന് ശേഷം മാത്രമേ അമ്മയുടെ മുഖത്ത് നോക്കാൻ കലാമിന് കഴിഞ്ഞുള്ളൂ. എങ്കിലും ഈ അനുഭവത്തിൽ നിന്നും കലാം വലിയൊരു പാഠം പഠിച്ചു. അദ്ദേഹത്തിന്റെ ഈ ഒരു അനുഭവത്തിൽ നിന്നും അദ്ദേഹം ഒരു പാഠം പഠിച്ചു. എന്താണ്, വലിയൊരു പാഠം പഠിച്ചു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. എന്താണ്, അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയ ഒരു പാഠം എന്താണ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അത് കണ്ടറിഞ്ഞ് വേണം പ്രവർത്തിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്ന ഗുണപാഠം. തന്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ എന്ന ഒരു ഗുണപാഠമാണ് അദ്ദേഹത്തിന് ഇതിൽ നിന്നും കിട്ടിയത്. ഇതൊരു തത്വമായി ജീവിതത്തിലുടനീളം കലാം കാത്തു സൂക്ഷിച്ചു. ഇത് ഒരു തത്വമായിട്ട് ജീവിതകാലം മൊത്തവും കലാം കാത്തു സൂക്ഷിച്ചു. അപ്പോഴെന്താണെന്ന് മനസ്സിലായോ? കുഞ്ഞുനാളിൽ ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ പോലും തന്റെ ഉമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കൂടിയാണ് താൻ കഴിച്ചത് എന്നുള്ളൊരു ചിന്ത, ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വളരെ വല്ലാത്തൊരു വിഷമം. അദ്ദേഹത്തിന് അന്ന് ഉണ്ടായ ഒരു വിഷമം എന്താണ്, വർണ്ണനാതീതമാണ്, വർണ്ണിക്കാൻ കഴിയാത്തതിന്റെ അപ്പുറം മനസ്സിൽ നിന്ന് വിങ്ങി പൊട്ടുന്ന ഒരു അവസ്ഥയായിപ്പോയി. ആ വർണ്ണനാതീതമാണ്. പിന്നെന്താണ്, ഉമ്മയെ കുറിച്ച് ആലോചിച്ച്, അദ്ദേഹത്തിന്റെ ഉമ്മയെ കുറിച്ച് ആലോചിച്ച് എന്താണ്, ഒത്തിരി സങ്കടപ്പെട്ടു. കൊച്ചു കലാമൻ ഒരുപാട് സങ്കടപ്പെട്ടു, ആരും കാണാതിരുന്ന് ഒരുപാട് കരഞ്ഞു. പിന്നെന്താണ്, ജാള്യം കൊണ്ട് തല താഴ്ത്തി. ജാള്യം എന്ന് വെച്ചാൽ പറഞ്ഞു ലജ്ജ, നാണക്കേടെന്നൊക്കെ പറയില്ലേ, ആ ജാള്യം കൊണ്ട് തല താഴ്ത്തി. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ ഉമ്മയുടെ മുഖത്ത് നോക്കാൻ അങ്ങ് മടിയായി കഴിഞ്ഞു. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ മടി. പിന്നെന്താണ്, 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉമ്മയുടെ മുഖത്ത് നോക്കാൻ കലാമിന് പറ്റിയുള്ളൂ. എങ്കിലും ഈ അനുഭവം, അത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ അനുഭവം എന്ത് ചെയ്തു, ഈ അനുഭവത്തിൽ നിന്നും കലാം വലിയൊരു പാഠം പഠിച്ചു. ഈ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം വലിയൊരു പാഠം പഠിച്ചു. എന്താണത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യമുള്ളത്, ആ ഒരു ആവശ്യം എന്തൊക്കെയാണെന്ന് അദ്ദേഹം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു. അദ്ദേഹം പഠിച്ച ഈ ഒരു അനുഭവത്തിൽ നിന്നും അദ്ദേഹം പഠിച്ച ഒരു പാഠമാണത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്ന ഗുണപാഠം, എന്റെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്ന ഗുണപാഠം അദ്ദേഹം ഇതിൽ നിന്ന് പഠിച്ചു. ഇതൊരു തത്വമായി ജീവിതത്തിലുടനീളം കലാം കാത്തു സൂക്ഷിച്ചു. ഇത് ഒരു തത്വമായിട്ട്, ഇതൊരു ആവശ്യമുള്ള ഒരു തത്വമായിട്ട് ജീവിതത്തിലുടനീളം, ജീവിതകാലം മൊത്തവും കലാം അത് കാത്തു സൂക്ഷിച്ചു. ജീവിതമുടനീളം അദ്ദേഹം കാത്തു സൂക്ഷിച്ചൊരു കാര്യമാണിത്. ഏതാണ്, മറ്റുള്ളവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കണം, അല്ലേ? പിന്നീട് ഇദ്ദേഹം തീർച്ചയായിട്ടും എന്ത് ചെയ്തു കാണും, കഴിക്കാൻ വേണ്ടി കയറിയ സമയത്ത് എന്ത് ചെയ്തു കാണും, തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് ബാക്കിയുണ്ടോ, ഉമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ നല്ല വിശപ്പുണ്ടെങ്കിൽ തന്നെ 2 ചപ്പാത്തിയൊക്കെ കഴിച്ച് മതി ഉമ്മ, എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റിയിരിക്കണം. അദ്ദേഹം ചെയ്ത് കാണും. അങ്ങനെ തീർച്ചയായിട്ടും ചെയ്ത് കാണും. പിന്നെ നല്ല വിശപ്പുണ്ടെങ്കിൽ പോലും പറയും, വേണ്ടമ്മ എനിക്ക് മതി, എനിക്ക് വയറ് നിറഞ്ഞു എന്ന് ഇദ്ദേഹം പറയും. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെ വയറ് നിറഞ്ഞത് ആസ്വദിച്ച്, ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ച് കഴിച്ചങ്ങ് വയറ് നിറയ്ക്കാൻ വേണ്ടി ഒരിക്കലും അദ്ദേഹം മുതിർന്നു കാണില്ല, അല്ലേ? നോക്കി മക്കൾ, ഈ ഒരു പാരഗ്രാഫ് നോക്കിക്കേ. ഈ വാക്കുകൾ കേട്ടപ്പോൾ കലാമിനുണ്ടായ വിഷമം വർണ്ണനാതീതമാണ്, വർണ്ണിക്കാൻ കഴിയാത്തത്. ഉമ്മയെ കുറിച്ച് ആലോചിച്ച് കൊച്ചു കലാം സങ്കടപ്പെട്ടു. ഉമ്മയെ പറ്റി ആലോചിച്ച് കൊച്ചു കലാം സങ്കടപ്പെട്ടു. ജാള്യം കൊണ്ട് തല താഴ്ത്തി. ജാള്യം എന്ന് വെച്ചാൽ നാണക്കേട് കൊണ്ട് തല താഴ്ത്തി. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ മടി. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ മടിയായി, നാണക്കേടായി. രാത്രി ആരും കാണാതെ കലാം ഒത്തിരി കരഞ്ഞു. രാത്രി മറ്റൊരാരും കാണാതെ ഒരുപാട് കരഞ്ഞു. എങ്കിലും ഈ അനുഭവത്തിൽ നിന്നും കലാം വലിയൊരു പാഠം പഠിച്ചു. ഈ ഒരു അനുഭവത്തിൽ നിന്നും കലാം വലിയൊരു പാഠം പഠിച്ചു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മറ്റുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്നത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്ന ഗുണപാഠം. എന്റെ സ്വന്തം കാര്യം മാത്രം ഞാൻ നോക്കിയാൽ പോരാ എന്നുള്ള ആ ഒരു ഗുണപാഠം അതിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. ഇതൊരു തത്വമായി ജീവിതത്തിൽ ഉടനീളം കലാം കാത്തു സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ഒരു തത്വമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു കാര്യമാണിത്. എന്താണ്,
മറ്റുള്ള എന്തൊരു തത്വമായിട്ട് ജീവിതത്തിലുടനീളം കലാം കാത്തു സൂക്ഷിച്ചു. എന്താണ്? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളൊരു തത്വം. മനസ്സിലായോ? നല്ലൊരു ഗുണപാഠമുള്ളൊരു കഥയല്ലേ ഇത്. ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ തന്നെ, നിങ്ങൾക്കാണെങ്കിൽ തന്നെ, എനിക്കാണെങ്കിൽ തന്നെ, നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗുണപാഠ കഥയാണിത്. ഒരു ഗുണപാഠമാണ്. മറ്റുള്ളവരുടെ ആവശ്യം അനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ ഒന്ന് ചുരുങ്ങിയാലും മറ്റുള്ളവരുടെ ആവശ്യം കൂടി നടക്കുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ അബ്ദുൽ കലാമിനെ പറ്റി കണ്ടോ? അദ്ദേഹം കുഞ്ഞായിരുന്നപ്പോഴുള്ള ഫോട്ടോ കണ്ടോ? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മായും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അല്ലേ? അങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരികയാണേ. നിങ്ങൾ എല്ലാവരും ആ വർക്ക് ചെയ്ത് മാഡത്തിന് വാട്സാപ്പിൽ അയച്ചു തരാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിനകത്തൊരു പഠന പ്രവർത്തനമുണ്ട്. ഭാരതത്തിന്റെ മുൻ രാഷ്ട്രപതിമാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. അത് നിങ്ങൾ ചെയ്തോളാം. അത് നിങ്ങൾ സൈൻ കോഡ് ചെയ്തോ. പക്ഷെ മാഡത്തിന് ഒരു വർക്ക് ചെയ്ത് അയച്ചു തരണം. നമ്മളിപ്പോഴേ സ്വന്തമായിട്ടൊക്കെ എഴുതാൻ ശീലിക്കണം. നമ്മൾ UP സെക്ഷനിൽ എത്തിയ കുട്ടികളാണ്. ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മൾ 10th എത്തുന്നവരാണ്. അതുകൊണ്ട് നമുക്കിപ്പോഴേ എഴുതി പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം കേട്ടോ. നമുക്കിപ്പോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു പാരഗ്രാഫ് എഴുതിയാൽ മതി. ഇവിടെ ഒരു കണ്ണി എഴുതിയാൽ മതി. നമ്മുടെ അബ്ദുൽ കലാമിന്റെ ബാല്യകാലത്തെ പറ്റിയുള്ള ഒരു ഖണ്ഡിക തയ്യാറാക്കുക. എന്താണ്? കുട്ടിക്കാലത്തെ പറ്റി, അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ പറ്റിയൊക്കെ. സ്കൂൾ വിദ്യാഭ്യാസ കാലം മാത്രം മതി, അല്ല, ഇത് രണ്ടും കൂടി ചേർത്ത് നിങ്ങൾ ഒരു പാരഗ്രാഫായിട്ട് എഴുതുക. ഹോംവർക്കാണ്. ഡോക്ടർ അബ്ദുൽ APJ കലാമിന്റെ ബാല്യകാല ജീവിതത്തെ പറ്റി. ഖണ്ഡിക എന്ന് വെച്ചാൽ അറിയാലോ എന്താണ്? ഖണ്ഡിക എന്ന് വെച്ചാൽ എന്താണോ? ഒരു പാരഗ്രാഫ് എന്നാണ് ഖണ്ഡിക എന്ന് പറയുന്നത്. ഖണ്ഡിക തയ്യാറാക്കുക. തയ്യാറാക്കിയാൽ മാത്രം പോരെ, തയ്യാറാക്കി മാഡത്തിന്റെ വാട്സാപ്പിൽ അയച്ചു തരണം കേട്ടോ. ഒരു പാരഗ്രാഫ് മതി മക്കളെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ പാഠഭാഗം വായിച്ച് പഠിക്കണം കേട്ടോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ, അർത്ഥം എഴുതുന്നൊന്ന് ശ്രദ്ധിച്ചേ. കൊടുമ്പിരി കൊള്ളുക. എന്താണ് കൊടുമ്പിരി കൊള്ളുക എന്ന് വെച്ചാൽ എന്താ? കാര്യത്തിന്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുക എന്ന് പറയത്തില്ലേ? എന്തൊരു രണ്ടു കൂട്ടർ തമ്മിലുള്ള വഴക്ക് കൊടുമ്പിരി കൊണ്ട് നിൽക്കുക എന്ന് പറയത്തില്ലേ? എന്താണ് കൊടുമ്പിരി കൊള്ളുക എന്ന് വെച്ചാൽ എന്താ? മൂർധന്യാവസ്ഥയിലെത്തുക, ഏറ്റവും ഉച്ചസ്ഥായിലെത്തുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? മൂർധന്യാവസ്ഥയിലെത്തുക, അതാണ് കൊടുമ്പിരി കൊള്ളുക എന്ന് പറയുന്നത്. പിന്നെന്താണ്? ലോകത്താകമാനം. ലോകത്താകമാനം എന്ന് വെച്ചാൽ ലോകത്തിൽ മുഴുവൻ, നമ്മുടെ ലോകത്തിൽ മുഴുവൻ. ദാരിദ്ര്യം എന്ന് വെച്ചാൽ വറുതിയാണ് വാക്ക്. വറുതി, ദാരിദ്ര്യം. വറുതി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. രുചി, സ്വാദ് രുചി, നിങ്ങൾക്ക് അറിയാലോ അത്. അപ്പോൾ കൊടുമ്പിരി കൊള്ളുക എന്ന് വെച്ചാൽ മൂർധന്യാവസ്ഥയിലേക്ക് നിൽക്കുക. ലോകത്താകമാനം എന്ന് വെച്ചാൽ ലോകത്തിൽ മുഴുവൻ. ദാരിദ്ര്യം എന്ന് വെച്ചാൽ വറുതിയാണ്. സ്വാദ്, രുചി. പിന്നെ വയറ്റിൽ കൊള്ളാതായപ്പോൾ, അതിനെന്താണ് അർത്ഥം പറയുന്നത്? വയറ്റിൽ കൊള്ളാതായപ്പോൾ എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞപ്പോൾ. വയറ്റിൽ കൊള്ളാതായപ്പോൾ എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞപ്പോൾ. അന്ധൻ നമുക്കറിയാലോ, അന്ധൻ കണ്ണ് കാണാൻ കഴിയാത്തവൻ. ദേഷ്യം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കോപം. ദേഷ്യം എന്ന് വെച്ചാൽ കോപം വരും. അടക്കിയ സ്വരത്തിൽ പതുക്കെ പറയുക. അവശേഷിക്കുക എന്ന് വെച്ചാൽ ബാക്കിയാവുക, അവശേഷിക്കുക, ബാക്കിയാവുക. വർണ്ണനാതീതം, വർണ്ണിക്കാൻ കഴിയാത്ത വണ്ണം. നേരത്തെ എഴുതിയിരുന്നു വർണ്ണനാതീതമായിരുന്നു. എന്താണ്? അദ്ദേഹത്തിനുണ്ടായ വിഷമമാണ് വർണ്ണനാതീതമായത്. വർണ്ണിക്കാൻ കഴിയാത്ത വണ്ണം. അടുത്ത ജാള്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജ, നാണക്കേട്. അത് നമ്മൾ ബോർഡിൽ എഴുതിയായിരുന്നു. ഗുണപാഠം
നല്ല പാഠം. ഗുണപാഠം ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന് തന്നെ നമ്മളെ APJ അബ്ദുൽ കലാമിന് ഈ പാഠത്തിൽ നിന്ന് കിട്ടിയ ഗുണപാഠം എന്താണ്? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. അതായത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗുണപാഠം. ഗുണപാഠം എന്ന് വെച്ചാൽ നല്ല പാഠമാണ് കേട്ടോ. ഗുണപാഠം നമുക്ക് നല്ലതായിട്ടുള്ള ഒരു പാഠം കിട്ടും. ഉപദേശം ഗുണപാഠം, നല്ല പാഠം. നമ്മൾ ചില കഥകളൊക്കെ വായിച്ചിട്ടില്ലേ പണ്ട്? മോറൽ ഓഫ് ദി സ്റ്റോറി പറയത്തില്ലേ? മോറൽ ഓഫ് ദി സ്റ്റോറി നമ്മൾ കഥകൾക്ക് നമ്മൾ KG ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? കഥ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് കിട്ടിയ മോറൽ ഓഫ് ദി സ്റ്റോറി ഗുണപാഠമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് കിട്ടിയ ഗുണപാഠം നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം. അതാണ് മോറൽ ഓഫ് ദി സ്റ്റോറി. ഓക്കെ മക്കളെ, ഇനി പിരിച്ചെഴുതുന്ന നോക്കിക്കേ. ലോകത്താകമാനം, അതെങ്ങനെ പിരിച്ചെഴുതും? ലോകത്ത് അധികം ആകമാനം. വിശന്നുറങ്ങുക, വിശന്ന് അധികം ഉറങ്ങുക. പിന്നെ വലിയൊരു പാഠം, വലിയൊരു പാഠം എന്നിട്ട് വലിയ ഒരു അങ്ങനല്ല വേണം, വലിയ പ്ലസ് ഒരു അധികം പാഠം. അങ്ങനെ വലിയൊരു പാഠം കൃത്യമായിട്ടെ വേണം. ഇതൊക്കെ ഇവിടെ എഴുതാം. വലിയൊരു പാഠം നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നറിയാമോ? വലിയൊരു പാഠം കാണാലോ? വലിയൊരു പാഠം എവിടെ എഴുതാം? വലിയ പ്ലസ് ഒരു അധികം പാഠം. 3 വാക്കായിട്ട് വേണം പിരിച്ചെഴുതാൻ. അത് കണ്ടോ? അല്ലാതെ വലിയൊരു അധികം പാഠം നല്ല എഴുതുന്നത്. വലിയ പ്ലസ് ഒരു പ്ലസ് പാഠം. വലിയ അധികം ഒരു അധികം പാഠം. വലിയൊരു പാഠം. കണ്ടോ? വലിയ വാക്കായതുകൊണ്ട് നമുക്കത് 3 ആയിട്ടാണ് നമുക്കത് തിരിച്ചെഴുതാറുള്ളത്. വലിയ ഒരു അധികം പാഠം. വലിയ പാഠം. അപ്പോഴും വലിയൊരു പാഠം കണ്ടല്ലോ. ഇനി എങ്ങനെയാണ്? നിനക്കെങ്ങനെ. നിനക്ക് അധികം എങ്ങനെ. നിനക്ക് അധികം എങ്ങനെ. അടുത്ത നോക്കിയ കണ്ടറിഞ്ഞ്. കണ്ട് അധികം അറിഞ്ഞ്. വർണ്ണനാതീതം. വർണ്ണന പ്ലസ് അതീതം. വർണ്ണിക്കാൻ കഴിയാത്തത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? വർണ്ണന പിരിച്ചെഴുതുമ്പോൾ വർണ്ണന അധികം അതീതം. അടുത്ത് നോക്കിയേ വിഗ്രഹിക്കുക. ഭക്ഷ്യവസ്തുക്കൾ. എന്താണ് ഭക്ഷ്യം? ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഭക്ഷ്യത്തിനുള്ള വസ്തുക്കൾ, നമ്മൾ ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ എന്ന് പറയത്തില്ലേ? അതാണ് ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത്. ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ. ഭക്ഷ്യധാന്യം, ഭക്ഷണത്തിനുള്ള ധാന്യം, ഭക്ഷണത്തിനുള്ള ധാന്യം. പിന്നെന്താണ്? കഞ്ഞിവെള്ളം. കഞ്ഞിയുടെ വെള്ളം അറിയത്തില്ലേ? നമ്മൾ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ കഞ്ഞിവെള്ളം? കഞ്ഞിയുടെ വെള്ളം. റൈസ് ജ്യൂസ്. ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളൊരു സംഭവമാണെന്ന് പറയുന്നത് നമ്മൾ റൈസ് ജ്യൂസ് കുടിച്ചത് കേട്ടോ. കഞ്ഞിവെള്ളം അതുകൊണ്ട് സ്ഥിരമായിട്ട് എല്ലാവരും കുടിക്കണം. കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ് ചൂടോടുകൂടി കുടിക്കാൻ. റൈസ് ജ്യൂസ് കേട്ടോ മക്കളെ. നോക്കി അടുത്ത് വാക്യത്തിൽ പ്രയോഗിക്കുക. തള്ളി നീക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല. എങ്ങനെയാണ്? വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലമായിരുന്നു അബ്ദുൽ കലാം തള്ളി നീക്കിയിരുന്നത്. പാഠം പഠിക്കുക. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ് നമ്മൾ ഈ ഒരു കഥാസന്ദർഭം. തല താഴ്ത്തുക. എന്താണ്? ജ്യേഷ്ഠന്റെ മുമ്പിൽ അദ്ദേഹം തല താഴ്ത്തി നിന്നുപോയി. മുണ്ട് മുറുക്കി ഉടുക്കുക. ഒരു സമയത്ത് എന്താണ് മുണ്ട് മുറുക്കി ഉടുക്കുന്നത്? എന്താണ്? ആഹാര സാധനങ്ങൾ വിശപ്പ് അറിയാതിരിക്കാൻ മുതിർന്ന ആൾക്കാർ മുണ്ട് മുറുക്കി ഉടുത്തിരുന്നു. അതൊക്കെ നമുക്ക് ഈ ഒരു സെന്റൻസുകളാണ്. നമുക്ക് ഏത് സെന്റൻസുകളാണെങ്കിലും വാക്യത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി എടുക്കാം. പിന്നെ നോക്കിക്കേ മാതൃക നോക്കിക്കേ. പറഞ്ഞു, പറയുന്നു, പറയും. പടർന്നു, പടരുന്നു, പടരും. തിന്നു, തിന്നുന്നു, തിന്നും. കണ്ടു, കാണുന്നു, കാണും. പഠിച്ചു, പഠിക്കുന്നു, പഠിക്കും. അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇതിനകത്തുള്ള. ഇനി ചോദ്യോത്തരമാണ്. അത് മാഡം നോട്ടിനകത്ത് തരാം നിങ്ങൾക്ക്. അപ്പോഴേക്കും നമ്മൾ ഈ പാഠം നന്നായിട്ട് എല്ലാവരും വായിച്ചു പഠിക്കുക. മാഡം തന്നിരിക്കുന്ന ഈ ഹോംവർക്ക് എല്ലാവരും വേണ്ടി മാഡത്തിന് സെറ്റ് ചെയ്ത് തരണം കേട്ടോ. പിന്നെന്താണ്? ബാക്കി നോട്ട്സ് എല്ലാം നല്ല നീറ്റായിട്ട് ബുക്കിനകത്ത് എഴുതിയെടുക്കണം. എന്നിട്ട് വേണം മാഡത്തിന് അയച്ചു തരാൻ. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. മാഡം ഓരോരുത്തരെയും വിളിച്ച് ഇന്ന പാഠം വായിക്കാൻ പറയുമ്പോഴത്തേനും വായിച്ച് കേൾപ്പിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക, ഒരുപാട് വായിക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ.